നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നതാണ്, എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്യുക എന്നതാണ്, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക എന്നതാണ്. ഓരോ ദിവസവും എൻ്റെ ഉപ്പാന്റെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എന്നിലൂടെ ഒരു സൽക്കർമ്മം എത്തണം എന്ന് നമുക്ക് മനസ്സിലൊരു ബോധം വേണോ? അത് നമ്മുടെ ദിനചര്യയായി മാറണം. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ. ഈ അടുത്ത് ഞാൻ കണ്ട ഒരു കവിതയാണിത്. ഈ കവിത 5-6 വരിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ കവിത ചൊല്ലിയപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. ഈ കവിത ആര് എഴുതിയതാണ് എന്ന് എനിക്കറിയില്ല. എവിടെയോ കണ്ടപ്പോൾ ഞാനത് അപ്പടി കുറിച്ചു വെച്ചു മാസങ്ങൾക്ക് മുമ്പ്. ഈ കവി വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ്. ഉമ്മ ഉപ്പ എന്ന് പറയുന്ന 2 വിളക്കുകൾ, നമ്മുടെ വീടിന്റെ പ്രകാശങ്ങൾ. ആ പ്രകാശം നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയതിന്റെ വേദന അറിയുന്ന ആളുകൾക്കറിയും, നഷ്ടപ്പെട്ടവർക്ക്. ഉമ്മയും ഉപ്പയും ഹയാത്തിലുള്ളവർക്കത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ഈ കവിത ഉപകരിച്ചേക്കാം. ആരുടെയെങ്കിലും മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ലാ ശൈഉൻ കമിസ്ലി അബീ. ഉപ്പാനെ പോലെ ഒരു വസ്തുവും തന്നെ ഇല്ല കേട്ടോ. പിതാവിന് തുല്യമായി മറ്റൊന്നുമില്ല കേട്ടോ. മാതാവിന്റെ മഹത്വങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാന്റെ ഫളായിലുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാനെ കുറിച്ച് വഅദ് പറയുന്ന 100 നാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വിസ്മരിച്ചു പോകുന്ന ഒരു മുഖമുണ്ട് ഉപ്പാക്ക് ഉപ്പാനെ കുറിച്ച് പറഞ്ഞോളണമെന്നില്ല. ഉപ്പാനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉപ്പാക്ക് പ്രശ്നമില്ല. അത് ഉപ്പ എന്ന ഒരു വികാരമാണ്. പിതാവ് എന്നത് തന്നെ അങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി നടക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീവി, അതാണ് ഒരു പിതാവ് എന്ന് പറയുന്നത്. മാതാവ് മറ്റൊരവസ്ഥയിലാണ്. ഈ കവിത ഒരു പിതാവിന്റെ സ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഉപകരിക്കും. മരിച്ചുപോയ ഉപ്പമാർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ദിവസവും പോലും മുടങ്ങാതെ ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ദുആ ചെയ്യാനും നിങ്ങളെ ഈ കവിത പ്രാപ്തരാക്കും. ജീവിച്ചിരിക്കുന്ന ഉപ്പമാരോട് ഏതെങ്കിലും നിലയ്ക്ക് വെറുപ്പോ വിഷമമോ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഉപ്പാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ ഒരുപക്ഷെ ഈ കവിത നിങ്ങൾക്ക് ഉപകരിക്കും. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ ലസൗതുഹു ഫീ നവാഹി الدار رهبته بالنصح والوعظ والتوجيه والأدب.